ഹായ് ഓൾ, എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വീടിനുള്ളിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയൊക്കെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും നമുക്ക് അതിന്റെ ഒരു ഫലം ലഭിക്കില്ല. എപ്പോഴും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടേയിരിക്കും, ധനവരവ് ഉണ്ടാവുകയില്ല. ലക്ഷ്മി കോപത്തിന് ഇടയായി കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് കടങ്ങളും അതുപോലെ തന്നെ പണത്തിനുള്ള ബുദ്ധിമുട്ടുകളും നേരിടേണ്ടതായിട്ട് വരും. വീടുകളിൽ ലക്ഷ്മി വാസം കുറയുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ വീട് ശരിക്ക് ക്ലീൻ ചെയ്യാത്തതും അതുപോലെ തന്നെ ശരിയായിട്ടുള്ള ശ്രദ്ധ വീട് വൃത്തിയാക്കുന്ന കാര്യത്തിൽ കൊടുക്കാത്തതും, പലപ്പോഴും അറിഞ്ഞുകൊണ്ടല്ല അറിയാതെ തന്നെ സംഭവിക്കുന്നതാണ് പല കാര്യങ്ങളും. പക്ഷെ എന്നിരുന്നാലും അത് നമ്മുടെ ജീവിതത്തെ വളരെയധികം ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പലപ്പോഴെങ്കിലും നമ്മൾ മറന്നു പോകുന്നുണ്ട്. തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നമുക്ക് പല കാര്യങ്ങളും ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ നമ്മൾ എത്രയൊക്കെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും അതിന്റെ ഒരു ഫലം നമുക്ക് ലഭിക്കുന്നില്ല. നമ്മളെല്ലാവരും തന്നെ ബുദ്ധിമുട്ടുന്നതും കഷ്ടപ്പെടുന്നതും നല്ലൊരു ജീവിതം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. നല്ല ജീവിതം എന്ന് ഉദ്ദേശിക്കുന്നത് അതിൽ പണത്തിനും വലിയൊരു പങ്ക് തന്നെയുണ്ട്. നല്ല രീതിയിലുള്ള സമ്പാദ്യം ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു കാലഘട്ടത്തിൽ ശരിയായ രീതിയിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. പണത്തിന്റെ പങ്ക് എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പറയുന്ന സമയത്ത് നമുക്ക് പറയാം പണമില്ലാതെയും പണത്തിനേക്കാൾ വില മറ്റു പലതിനുമാണ് എന്നുള്ളത്. അതെ, മറ്റു പലതിനും അതിനേക്കാൾ വാല്യൂ ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ പണം വേണ്ട സ്ഥലത്ത് പണം തന്നെ വേണം. അതില്ലാതായി കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ ബുദ്ധിമുട്ട് എത്രമാത്രമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. നമ്മുടെ വീട്ടിൽ ലക്ഷ്മി വാസം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം വീട് വൃത്തിയാക്കുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് മുന്നേയുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ദൈവികമായിട്ടുള്ള ഒരു സ്മെല്ല് ഉണ്ടായിരിക്കണം. ആരും വന്നു കയറുന്ന സമയത്ത് അയ്യേ ഒരു ദുർഗന്ധമാണ് വീട്ടിൽ നിന്ന് വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ ഉള്ളിലുള്ള സ്മെല്ല് ചില സമയത്ത് പിടിക്കാതെ വരും. അതായത് നമുക്ക് തന്നെ ചിലപ്പോൾ തോന്നും വീട്ടിനുള്ളിൽ കയറി വരുന്ന സമയത്ത് ബാഡ് സ്മെല്ലാണ് ഉള്ളത്, എന്തോ ദുർഗന്ധമാണ് ഉള്ളത്. അതൊക്കെയും തന്നെ നമ്മുടെ പോസിറ്റിവിറ്റിയെ വളരെയധികം ബാധിക്കും. വീട്ടിനുള്ളിൽ നല്ല സുഗന്ധം ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മളെ ചിന്തിക്കാനും അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനും പ്രേരിപ്പിക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് എനർജി നിറയ്ക്കും. ചില സമയത്ത് ചില ആൾക്കാരുടെ വീടുകളിൽ പോയി കഴിഞ്ഞാൽ നല്ല വൃത്തിയായിരിക്കും, പക്ഷെ ആ വീട്ടിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരു ബാഡ് സ്മെല്ലാണ് ഉണ്ടാവുക. അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ഇപ്പൊ നിങ്ങളായി കഴിഞ്ഞാലും ഒരു വീട്ടിനുള്ളിലേക്ക് കടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു എന്താ പറയാ ക്ലീൻ ചെയ്ത കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് വല്ലാത്തൊരു സന്തോഷമായിരിക്കും, ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും. പക്ഷെ ആ ഒരു ബാഡ് സ്മെല്ല് നിങ്ങളിൽ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ ഒരു പോസിറ്റിവിറ്റി അങ്ങ് പോവും. അപ്പൊ നമ്മുടെ വീട്ടിൽ ശരിയായിട്ടുള്ള ഒരു നല്ല സുഗന്ധം നിലനിർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ വീട്ടിനുള്ളിൽ തന്നെ ആയാലും നല്ലൊരു സുഗന്ധം കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ നമുക്ക് തന്നെ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ മനസ്സിനെ ശാന്തമാക്കി ഇരുത്താനും സാധിക്കും. അപ്പൊ ഈ ഒരു കാര്യം എല്ലാവരും നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. വീട് വൃത്തിയാക്കി ഇടുക, ദിവസവും തൂത്തു തുടയ്ക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ വീട്ടിൽ ശരിയായിട്ടുള്ള ഒരു സുഗന്ധം നിലനിർത്താനും ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ നമ്മുടെ വീട്ടിനുള്ളിൽ ഇങ്ങനെ ദൈവികമായിട്ടുള്ള നല്ലൊരു സുഗന്ധം നിലനിർത്താൻ വേണ്ടി വീട് തുടയ്ക്കുന്ന സമയത്ത്, തറ തുടയ്ക്കുന്ന സമയത്ത് വെള്ളത്തിൽ ചേർക്കേണ്ട ചില സാധനങ്ങളെ കുറിച്ചാണ്. ഈ സാധനങ്ങൾ നിങ്ങൾ തറ തുടയ്ക്കുന്ന സമയത്ത് ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ദിവസം മുഴുവൻ നല്ല ഒരു സുഗന്ധം നിലനിർത്താനും അതുവഴി നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനും സാധിക്കും. അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. എപ്പോഴും നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ബന്ധുവോ സുഹൃത്തോ വന്നു കഴിഞ്ഞാൽ അതിഥികളെ ദൈവത്തെ പോലെ കാണണം എന്നാണ് പറയുന്നത്. അവർക്ക് സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളായിരിക്കണം നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. വീട് എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുന്നതോടൊപ്പം ഇങ്ങനെ വീട്ടിൽ നല്ല രീതിയിലുള്ള ഒരു സ്മെല്ല് കൂടെ ഉണ്ടായി കഴിഞ്ഞാൽ വന്നു കയറുന്നവർക്ക് അത് വളരെയധികം സന്തോഷം നൽകും. ലക്ഷ്മി ദേവിയും നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഇങ്ങനെയൊരു നല്ല സ്മെല്ല് ഉണ്ടായി കഴിഞ്ഞാൽ ലക്ഷ്മി ദേവിയും നമ്മുടെ വീട്ടിൽ വസിക്കും. ആ ഒരു കാര്യത്തിനാണ് നമ്മൾ എപ്പോഴും മുൻതൂക്കം കൊടുക്കേണ്ടത്. ആദ്യം തന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ വീട്ടിനുള്ളിൽ നിലവിളക്ക് കത്തിക്കുന്നതോടൊപ്പം തന്നെ ചന്ദനത്തിരി, നല്ല സ്മെല്ലുള്ള ചന്ദനത്തിരി നോക്കി വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക.
ശേഷം രാവിലെയും വൈകുന്നേരവും നിങ്ങൾ നിലവിളക്ക് കത്തിക്കുന്നതോടൊപ്പം തന്നെ ചന്ദനത്തിരി കൂടി കത്തിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, രാവിലെ എഴുന്നേറ്റ് ഒരു ചന്ദനത്തിരി, നല്ല മണമുള്ള ഒരു ചന്ദനത്തിരി തെളിയിച്ചു വയ്ക്കുന്നു. അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെയും തന്നെ ആ ഒരു സ്മെല്ല് വരുന്ന സമയത്ത് നിങ്ങളെ മനസ്സിന്റെ ഉള്ളിലും നല്ലൊരു സന്തോഷമായിരിക്കും ഫീൽ ചെയ്യുക. രാവിലെ തന്നെ നിങ്ങൾ ബാഡ് സ്മെല്ല് ശ്വസിച്ചു കഴിഞ്ഞാൽ ആ ദിവസം മുഴുവൻ നിങ്ങൾ ചിന്തിക്കുന്നത് നെഗറ്റീവ് കാര്യങ്ങളെ കുറിച്ചായിരിക്കും. അതുപോലെ തന്നെ നിലവിളക്ക് കത്തിക്കുന്ന സമയത്ത് ഒരു ധൂപം തെളിയിക്കാനായിട്ട് ശ്രമിക്കുക. ഈ ധൂപവും നല്ല സ്മെല്ലുള്ള ധൂപം നോക്കി വാങ്ങിക്കുക. അതും നമ്മുടെ വീടിനുള്ളിൽ നല്ലൊരു സുഗന്ധം നൽകും. പക്ഷെ ഇതൊക്കെയും തന്നെ ഒരുപാട് സമയം നിലനിൽക്കില്ല എന്നുള്ളതാണ്. കാരണം വളരെ കുറച്ച് സമയം മാത്രമേ ഇതിന്റെയൊക്കെ ആ ഒരു സ്മെല്ല് നമ്മുടെ വീടിനുള്ളിൽ ഉണ്ടാവുകയുള്ളൂ. ആ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന ഭക്ഷണത്തിന്റെ സ്മെല്ലും അതുപോലെ തന്നെ മറ്റു പല സ്മെല്ലുകളും ആയിരിക്കും വീടിനുള്ളിൽ ഉണ്ടാവുന്നത്. വീട്ടിലെപ്പോഴും ഇങ്ങനെയുള്ള നല്ല സുഗന്ധം നിലനിർത്താനായിട്ട് നമ്മൾ തറ തുടയ്ക്കുന്ന സമയത്ത് അല്പം പച്ചക്കർപ്പൂരം പൊടിച്ച് തറ തുടയ്ക്കുന്ന വെള്ളത്തിൽ ചേർക്കാവുന്നതാണ്. ഇങ്ങനെ പച്ചക്കർപ്പൂരം ചേർത്ത വെള്ളം കൊണ്ട് തറ തുടയ്ക്കുന്നത് വഴി വീടിനുള്ളിൽ ആ ദിവസം മുഴുവൻ ഒരു നല്ല സ്മെല്ല് നിലനിർത്താനായിട്ട് സാധിക്കും. ഈ ഒരു കാര്യം മാത്രം ചെയ്യണം എന്നല്ല കേട്ടോ പറയുന്നത്. നിങ്ങൾക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള ടിപ്സ് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഫോളോ ചെയ്യാവുന്നതാണ്. എന്നിരുന്നാലും നിങ്ങളുടെ വീടിനുള്ളിൽ ദിവസം മുഴുവൻ നല്ല ഒരു സുഗന്ധമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് എന്നതാണ് പ്രധാനം. നമ്മുടെ വീടിനുള്ളിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് എനർജി തങ്ങി നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് വീട്ടിന്റെ അല്ലെങ്കിൽ റൂമിന്റെ ഒക്കെയും കോർണറുകളിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിന്റെ കോർണറുകളിലെ നെഗറ്റീവ് എനർജിയെയാണ് ആദ്യം നമ്മൾ പുറന്തള്ളേണ്ടത്. നമ്മൾ എത്രയൊക്കെ തൂത്തു തുടച്ചു കഴിഞ്ഞാലും കോർണറുകളിലെ നെഗറ്റീവ് എനർജി അത്ര പെട്ടെന്ന് പോവില്ല. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള മൂലകളിലുള്ള നെഗറ്റീവ് എനർജിയെ നശിപ്പിക്കുക എന്നുള്ളതാണ്. നമുക്ക് മുറിയുടെ കോർണറുകളിലെ നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കാനായിട്ട് ഒരു വെള്ളം തയ്യാറാക്കാം. അതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങളെ കുറിച്ചാണ് ഇനി ഞാൻ പറയുന്നത്. ഈ ഒരു വെള്ളം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് പനിനീറാണ്. പനിനീർ എന്ന് പറയുന്നത് വീട്ടിലെ നെഗറ്റീവ് എനർജിയെ കളയാൻ സാധിക്കുന്ന ഏറ്റവും നല്ല ഒരു മാർഗമാണ്, അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു വസ്തുവാണ്. ചന്ദ്രനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ് പനിനീർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പനിനീർ ഉപയോഗിക്കുന്നത് നമുക്ക് വളരെ നല്ല ഫലങ്ങളാണ് നൽകുന്നത്. അതോടൊപ്പം തന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു ജാതിക്കയാണ്. ഒപ്പം തന്നെ ഒരു 10 ഗ്രാമ്പു കൂടി എടുക്കാം. ഇത് മൂന്നും നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടുന്ന സാധനമാണ്. ഇനി അതോടൊപ്പം വേണ്ടത് ഒരു ചെറിയ കഷ്ണം വയമ്പാണ്. അത് നമുക്ക് നാട്ടിലുള്ള ഔഷധ കടകളിൽ നിന്നൊക്കെ ലഭിക്കും. ഇനി അടുത്തതായിട്ട് വേണ്ടത് ഉണങ്ങിയ റോസാപ്പൂ ദളങ്ങളാണ്. ഒരു റോസാപ്പൂ എടുത്ത് അതിന്റെ ദളങ്ങൾ പൊഴിച്ചിട്ട ശേഷം അതൊന്ന് ഉണക്കിയെടുത്താൽ മതിയാകും. ഇനി പച്ചക്കർപ്പൂരം വേണം. ഒരല്പം ക്വാണ്ടിറ്റിയിൽ പച്ചക്കർപ്പൂരം എടുക്കുക, ചെറിയൊരു ക്വാണ്ടിറ്റി മതി. ഒപ്പം തന്നെ ഒരു 5 ഏലക്കായ കൂടി എടുക്കാം. ഇതിലേതെങ്കിലും ഒരു ഐറ്റം ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്കിത് തയ്യാറാക്കാവുന്നതാണ്. പക്ഷെ അടുത്തതായിട്ട് വേണ്ടത് മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ജവാദ്. ഈ ഒരു ഇൻഗ്രീഡിയന്റ് ഇല്ലാതെ നിങ്ങൾക്ക് ഈ ഒരു ലിക്വിഡ് തയ്യാറാക്കാനായിട്ട് സാധിക്കില്ല. ഈ ഒരു ഇൻഗ്രീഡിയന്റ് ഇല്ലാതെ നിങ്ങളത് തയ്യാറാക്കിയത് കൊണ്ട് ഫലം ഉണ്ടാവില്ല. അപ്പൊ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഈ ഒരു വെള്ളം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആവശ്യമുള്ളത്. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് കറുവാപ്പട്ട കൂടെ ചേർക്കാവുന്നതാണ്. കറുവാപ്പട്ട കൂടെ ചേർത്ത് കഴിഞ്ഞാൽ സുഗന്ധം ഇരട്ടിക്കും എന്നാണ് പറയുന്നത്. കറുവാപ്പട്ടയും ജാതിക്കയും വയമ്പും അതുപോലെ തന്നെ ഏലക്കായും ഒക്കെ നമുക്കൊന്ന് ജസ്റ്റ് ചതച്ചെടുത്ത ശേഷം ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി നമുക്കൊരു കുപ്പി എടുത്ത് അതിലേക്ക് റോസ് വാട്ടർ നിറച്ചതിന് ശേഷം ഈ പൊടിച്ചെടുത്ത പൊടികൾ ചേർത്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഉപയോഗിക്കാതിരിക്കുക. കുപ്പിയുടെ ചില്ല് പാത്രങ്ങൾ പോലുള്ള ബോട്ടിൽസ് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇങ്ങനെ നമ്മൾ നിറച്ചു വെച്ചതിന് ശേഷം, അതായത് പനിനീരിലേക്ക് ഈ പൊടികൾ ഇട്ട് വെച്ചതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞ്, അതായത് ഇന്ന് രാവിലെയാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നാളെ രാവിലെ ആയി കഴിഞ്ഞാല് നിങ്ങൾക്ക് ഈ പൊടി അരിച്ച ശേഷം ഈ വെള്ളം മാത്രമാണ് നമ്മൾ എടുക്കേണ്ടത്. ഈ പൊടി അരിച്ചെടുക്കണം. കാരണം നമ്മൾ വീട്ടിന്റെ മൂലയിൽ ഇത് തളിക്കുന്ന സമയത്ത് ഈ പൊടിയോട് കൂടെ തളിക്കുന്നതിന് പകരം പൊടി അരിച്ചെടുത്ത് ഈ വെള്ളം മാത്രം തളിച്ചാൽ മതിയാകും.
ഈ വെള്ളം നമ്മുടെ വീട്ടിന്റെ എല്ലാ കോർണറുകളിലും തളിച്ചു കൊടുക്കണം. വീട്ടിൽ ഇപ്പൊ 2 ബെഡ്റൂം ഉണ്ടെങ്കിൽ ആ 2 ബെഡ്റൂമിന്റെ 4 കോർണറുകളിലും അതുപോലെ തന്നെ ഹോളിന്റെ കോർണറുകളിലും ഒക്കെ തളിച്ചു കൊടുക്കുക. ഇനി ഈ അരിച്ചെടുത്ത പൊടി കളയേണ്ട ആവശ്യമില്ല. ഈ പൊടി വീണ്ടും 1-2 തവണ കൂടെ നിങ്ങൾക്ക് റീയൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ വീണ്ടും നിങ്ങൾക്ക് ഒരു ബോട്ടിലേക്ക് ഈ പൊടി ഇട്ട് കൊടുത്ത് അതിലേക്ക് പനനീരൊഴിച്ച് വീണ്ടും ഉപയോഗിക്കാം. രണ്ടാമതായിട്ട് വീണ്ടും ആ പൊടി ഉപയോഗിക്കുന്ന സമയത്ത് ആ പൊടിയിലേക്ക് ഒരല്പം കൂടെ പച്ചക്കർപ്പൂരവും അല്പം ജവാദും കൂടെ എക്സ്ട്രാ ആയിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു വെള്ളം നിങ്ങൾ വീട്ടിൽ തെളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിനുള്ളിൽ ഒരു ദൈവീക സ്മെല്ലായിരിക്കും ഉണ്ടാകുന്നത്. ലക്ഷ്മി ദേവിയുടെ കടാക്ഷത്തിനും അതുപോലെ തന്നെ നിങ്ങളിൽ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കാനും ഒക്കെ ഇത് സഹായിക്കും. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി വീടിന്റെ കോർണറുകളിൽ തളിക്കുക. ഉറപ്പായിട്ടും നിങ്ങളുടെ വീട്ടിനുള്ളിലുള്ള സ്മെല്ല് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ്. നന്ദി.